തൃശൂർ അതിരപ്പള്ളിയിലേക്കാണ് മ്ലാവിനെ ഇടിച്ച് കാർ തലകീഴായി മറിഞ്ഞു. വെറ്റിലപ്പാറ പാലത്തിന് സമീപം പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ആർക്കും പരുക്കില്ല. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ആർക്കും പരുക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? അനുജ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ചാലക്കുടി ഭാഗത്തു നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വാഹനമാണ് ഇത്തരത്തിലേക്ക് തലകീഴായി മറിയുന്നത്. അവിടേക്ക് റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന സമയത്താണ് മ്ലാവ് ഈ കാറിന് മുന്നിലേക്ക് കുറുകെ ചാടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ അവിടെ പ്രദേശവാസികൾ ആ സ്ഥലത്തോടെ എത്തുകയായിരുന്നു. ആർക്കും ഒരു തരത്തിലുള്ള പരിക്കും ഉണ്ടാകുന്നത്. ഈ സ്ഥലം നേരത്തെ തന്നെ ഒരുപാട് വന്യജീവി ശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. വലിയ രീതിയിൽ തന്നെ ഗതാഗതമൊക്കെ വളരെ വേഗതയിൽ പോകുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലേക്കൊരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആർക്കും ഒരു തരത്തിലുള്ള അപകടമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേളായി പ്രവീണിൻ്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആ സമയത്ത് ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിരന്തരമായി വന്യജീവി ആക്രമണങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണിത്. എന്തായാലും ആർക്കും ഒരു തരത്തിലുള്ള പരിക്കില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അനുജ, അതിരപ്പള്ളിയിലാണ് മ്ലാവിനെ ഇടിച്ച് കാർ തലകീഴായി മറിഞ്ഞത്. വെറ്റിലപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. പുലർച്ചെയായിരുന്നു. എന്നാൽ ആർക്കും പരുക്കില്ല എന്നുള്ളത് ആശ്വാസകരം. അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.